الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن سلك سبيله واهتداه بهداه إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. عباد الله، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനികളായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസം, ജഗന്നിയന്താവായ ഉലകത്തിന്റെ പരിപാലകനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പടച്ച തമ്പുരാന്റെ കലാമായ വിശുദ്ധ ഖുർആനിൽ നിന്ന് അവന്റെ ദൂതനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും യഥാവിധി മനസ്സിലാക്കി ജീവിതത്തിന്റെ സകല ഇടങ്ങളിൽ തഖ്വയോടുകൂടി നിലകൊള്ളണമെന്ന് ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, സഹോദരവും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രിയപ്പെട്ട ദാസന്മാരുടെ കൂടെ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ കാല ജീവിതത്തിൽ സംഭവിച്ചു പോയ സകല പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. വരും കാല ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിൽ കഴിഞ്ഞുകൂടാനുള്ള മഹാഭാഗ്യവും നാഥൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാണ്. സഹോദരന്മാരെയും സഹോദരിമാരെയും, ഓരോ സമുദായവും ഓരോ സമൂഹവും അവരവരുടെ പൈതൃകങ്ങളിൽ അനന്തരമായി കിട്ടിയതിൽ അഭിമാനിക്കുന്നവരാണ്. മതസമൂഹങ്ങളുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളുമൊക്കെ ആ സ്മരണ പുതുക്കലിന്റെ ഭാഗമായാണ് വന്നിട്ടുള്ളത്. ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഇന്നവർക്കൊരു വിശിഷ്ട ദിവസമാണ്. അവരവരുടെ പൈതൃക ആഘോഷിക്കുന്നു. ചില സമൂഹങ്ങൾ ലോകത്ത് ബാക്കിയുണ്ടെന്ന് അറിയുന്നത് അത്തരത്തിലുള്ള ചില ആഘോഷങ്ങളിലൂടെയും ചടങ്ങുകളിലൂടെയും ഒക്കെയാണ്. പക്ഷെ മുസ്ലിം സമൂഹം ലോകത്ത് ബാക്കിയാക്കുന്നത് അങ്ങനെയുള്ള ചടങ്ങുകളിലൂടെ അല്ല. അതുകൊണ്ടാണ് ഇതര മതങ്ങളെ അപേക്ഷിച്ച് ഇസ്ലാമിൽ ആഘോഷങ്ങളുടെ എണ്ണം കുറഞ്ഞു പോയത്. രണ്ടെണ്ണമാണ്. നിങ്ങൾക്ക് ആഘോഷിക്കാനായി 2 ആഘോഷവേളകളെ അല്ലാഹു നൽകി. അതൊന്ന് ഈദുൽ ഫിത്തറും മറ്റൊന്ന് ഈദുൽ അദ്ഹയുമാണ്. റസൂല് അത്ര നമുക്ക് പറയും. അതിനപ്പുറത്തൊക്കെ പിന്നീട് കൂട്ടിച്ചേർക്കലാണ്. പിന്നീട് ആളുകൾ ഇതര മതങ്ങളിൽ നിന്നും കടം കൊണ്ട് ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയതാണ്. ജൂത നസാറാക്കളെ എന്റെ സമൂഹം ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റും. വലൗ ദഖലൂ ഫീ
ജുഹ്രി റബ്ബിൻ, അവരൊരു ഉടുമ്പിന്റെ മാളത്തിൽ കടന്നാൽ, ആരാധനയ്ക്ക് അങ്ങനെ ഒരു തല ഉണ്ടെന്ന് വിചാരിക്കുക, ഉടുമ്പിന്റെ മാളത്തിൽ കയറിയിട്ടൊരു ആരാധന, അങ്ങനൊന്നും അവര് തുടങ്ങിയെന്ന് വിചാരിക്കുക എങ്കിൽ നിങ്ങളും അത് ചെയ്യും. എല്ലാത്തിലും ഇതര മതാനുയായികളെ പിൻപറ്റുന്ന ചടങ്ങുകൾ ഉണ്ടാക്കി മുസ്ലിം സമുദായം പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണ് ഇസ്ലാമിലെ ആരാധനകളുടെ എണ്ണം കൂടി വരുന്നത്. ഇസ്ലാമിൽ 2 എണ്ണമാണ്. അപ്പൊ പിന്നെ ഈ ലോകത്ത് എങ്ങനെ ഇസ്ലാം ബാക്കിയാകുക? ഇസ്ലാമിന്റെ പൈതൃകം എന്താണ്? ഇസ്ലാം ലോകത്ത് ബാക്കിയാകുന്നത് ചടങ്ങുകളിലൂടെയല്ല, മറിച്ച് ഇസ്ലാമിന്റെ ആദർശത്തിലൂടെയാണ്. മുസ്ലിമീങ്ങൾക്ക് കിട്ടിയ പൈതൃകം എന്താന്ന് ചോദിച്ചാൽ, ഇപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഒരിക്കൽ മദീന മാർക്കറ്റില് പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞില്ലേ അള്ളാന്റെ റസൂൽ അനന്തര സ്വത്ത് ഭാഗിച്ചു കൊടുക്കുന്നുണ്ട്. അനന്തര സ്വത്ത്, റസൂലിന്റെ അനന്തര സ്വത്ത് മദീനയിൽ പള്ളിയിൽ വീതം വെച്ചുകൊണ്ടിരിക്കുന്നു എന്നാ പറഞ്ഞു. അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്താണ്, പണമായിരിക്കുമല്ലോ. മരിച്ചുപോയ ഒരാളുടെ സ്വത്ത് വീതിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ സ്ഥലവും അയാളുടെ വീടും അയാളുടെ ബാങ്ക് ബാലൻസും ഒക്കെ എങ്ങനെ വീതിച്ച് മക്കൾക്ക് കൊടുക്കും. റസൂലിന്റെ അനന്തര സ്വത്ത് വീതം വെക്കാൻ തുടങ്ങി എന്ന് കേട്ടപ്പോഴത്തേക്കും നിങ്ങൾക്കത് വേണ്ടേ? അത് ആളുകൾ പള്ളിയിൽ നിന്ന് അതിങ്ങനെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് മാർക്കറ്റിൽ വെച്ച് വിളിച്ചു പറഞ്ഞപ്പോ അത് കേട്ട് ആളുകൾ പള്ളിയിലേക്ക് ഓടിയെന്നാണ്. പള്ളിയിലേക്ക് ഓടിയ ആൾക്കാര് പോയതുപോലെ തിരിച്ചു വന്നിട്ട് വിളിച്ചു പറഞ്ഞ ആളോട് പറഞ്ഞു എന്നാണ്, ഞങ്ങളൊന്നും അവിടെ ഒന്നും കണ്ടില്ല, അവിടെ ഒരു സ്വന്തം വീതിക്കുന്നില്ലേ. അപ്പൊ ഈ സഹാബി പറഞ്ഞു, നിങ്ങൾ എന്ത് പൊട്ടന്മാരാണ്, അവിടെ നിങ്ങൾ ഇൽമിന്റെ മജ്‌ലിസ് കണ്ടില്ലേ, അവിടെ ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കണ്ടില്ലേ, അതന്നെയാണ് റസൂലിന്റെ അനന്തര സ്വത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് ദിർഹമോ ദീനാറോ ബാക്കിയാക്കുന്നില്ല, പിന്നെ ഞാൻ എന്താ നിങ്ങൾക്ക് ബാക്കിയാക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശമാണ്, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രനായകൻ നമുക്കുണ്ടായിരുന്നു. അതൊക്കെ നബീന്റെ വാക്കിൽ നിന്ന് കടം കൊണ്ട വാക്കുകളാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തന്ന ഇസ്ലാം എന്ന പൈതൃകം, റസൂലിന്റെ ചര്യ എന്ന പൈതൃകം, മുസ്ലിങ്ങൾ അങ്ങനെയാണ്. അതിലാണ് നമ്മളുടെ അനന്തരത്തെ നമ്മൾ കണ്ടത്. ഞങ്ങളുടെ നബിയിൽ നിന്ന് നമുക്ക് കിട്ടിയത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്തിൽ നിന്ന് നമുക്ക് കിട്ടിയത്, പിന്നീട് വന്ന മുസ്ലിം പണ്ഡിതരിൽ നിന്ന് നമുക്ക് കിട്ടിയത്, ഇതൊക്കെ നമ്മളുടെ പൈതൃകം. ഇസ്ലാമിന്റെ പൈതൃകം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് നമ്മുടെ പൈതൃകം. ഈ ഇസ്ലാമിക പൈതൃകങ്ങളിൽ ഏറ്റവും മുഖ്യമായ പൈതൃകം കുറെ സാധനം, ഇപ്പൊ ബാപ്പ ബാക്കിയെ വെച്ചുപോയ സ്വത്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്ത് എന്താന്ന് ചോദിച്ചാൽ, പണക്കാരനായ ഒരു പിതാവ് മരിച്ചു പോകുമ്പോഴത്തേക്ക് കുറെ എസ്റ്റേറ്റുകൾ ഉണ്ടാവും, കുറെ ഷോപ്പുകൾ ഉണ്ടാവും, കുറെ വീടുണ്ടാവും, കുറെ പണവും പണ്ടങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിൽ മകനോട് ചോദിക്കുകയാണ്, വാപ്പ ബാക്കിയാക്കിയ ഒരു സ്വത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത് എന്താണ്? പിതാവിനോട് സ്നേഹമുള്ള മകൻ ചിലപ്പോ ഒരു ഫോട്ടോ എടുത്തിട്ട് പറയും, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത് എന്ന് പറയും ചിലപ്പോ, അല്ലെ? അതോരോരുത്തരുടെ താല്പര്യമാണ്. അപ്പൊ ആ ഒരു നിലക്ക് പറയുമ്പോഴത്തേക്കും നമുക്ക് തലമുറകളായി ഇങ്ങനെ കൈമാറി കിട്ടിയ ഇസ്ലാമിന്റെ അനന്തര സ്വത്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, സംശയിക്കാനില്ല, അത് ഖുർആനും സുന്നത്തും തന്നെയാണ്. ഖുർആനും സുന്നത്തുമാണ് ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി താഴത്തേക്ക് പിന്നെ കുറെ സാധനങ്ങൾ വരാനാണ്. ആദ്യം ഖുർആൻ, പിന്നെ സുന്നത്ത്. പിന്നെ ഖുർആൻ സുന്നത്ത് മാത്രമല്ല കേട്ടോ, ഖുർആൻ സുന്നത്ത് മാത്രമല്ല, ചിലർ അങ്ങനെയും വിചാരിച്ചു പോകുന്നുണ്ട്. ഖുർആൻ സുന്നത്തും മാത്രമാണ്, ബാക്കിയൊന്നും നമുക്കൊന്നും വേണ്ട. വാറോലകൾ എന്നും പറഞ്ഞിട്ട് ഇസ്ലാമിലെ മഹാഗ്രന്ഥങ്ങളെ തള്ളിയ ആളുകളില്ലേ നമ്മളുടെ കൂട്ടത്തില്? നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞിട്ട് വാറോലകൾ, അല്ലെ? ഫിഖ്ഹി ഗ്രന്ഥങ്ങളെയൊക്കെ അങ്ങനെ പറഞ്ഞവരുണ്ട്. അതല്ല, ഖുർആനും സുന്നത്തും അതിനെ ബേസ് ചെയ്ത് അതിന്റെ വഴിയിലൂടെ നടന്നുപോയ ആളുകളുണ്ട്. ഇപ്പൊ സഹാബികള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട അനുയായികൾ, അവരുടെ വാക്കുകൾ നമുക്ക് പ്രധാനപ്പെട്ടാണ്. അത് നമ്മുടെ പൈതൃകം. അതിലേറ്റവും പ്രധാനപ്പെട്ടവരാണ് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു, ഈ 4 ഖലീഫമാർ. അവര് നമ്മുടെ സ്വത്താണ്, ഇസ്ലാമിന്റെതാണ് അവരൊക്കെ. പിന്നീട് വന്ന താബിഈകളായ മഹത്തുക്കളുണ്ട്, അവരും നമ്മുടെ സ്വത്താണ്. ഈ താബിഈകളായ ആളുകൾക്ക് ശേഷം പിന്നീട് വന്ന മദ്ഹബിന്റെ പണ്ഡിതരുണ്ട്. ഇവരൊന്നും തള്ളിക്കളയാനുള്ളതല്ല, ഇവരൊക്കെ നമ്മുടെ ആളുകളാണ്, ഇവിടൊക്കെ നമ്മുടെ സ്വത്താണ്. അപ്പൊ മദ്ഹബ് വേണോ മദ്ഹബ് വേണ്ടയോ,
അത് വേണോ വേണ്ടേ എന്നുള്ളതല്ല, അത് നമ്മുടെ സ്വത്താണ്. ആ കൂട്ടത്തില് ഈ സമൂഹത്തിലെ മുത്തുരത്നങ്ങളാണ് ഇമാം അബൂ ഹനീഫയും ഇമാം മാലിക്കും ഇമാം ഷാഫിയും ഇമാം അഹ്മദൊക്കെ ഉള്ളത്. പക്ഷേ ഇത് തിരിച്ചറിയുന്നിടത്ത് അല്ലെങ്കിൽ ഇതിന് കൊടുക്കുന്ന മുൻഗണനയുടെ വിഷയത്തിൽ മുസ്ലിം സമുദായത്തിൽ വലിയ അബദ്ധം സംഭവിച്ചു പോയിട്ടുണ്ട്. പലപ്പോഴും ഖുർആനെയും ഹദീസിനെയൊക്കെ മാറ്റിവെച്ചിട്ടാണ് ചില ആളുകളുടെ കൗലുകളെ, അഭിപ്രായങ്ങളെ നമ്മൾ എടുക്കുന്നത്. അങ്ങനെയല്ല, ഖുർആനും ഹദീസിനോടും ഒട്ടി നിൽക്കുന്ന അവരുടെ അഭിപ്രായങ്ങളും ഇജ്തിഹാദുകളൊക്കെ ഉണ്ട്. എഴുതപ്പെട്ട മഹാഗ്രന്ഥങ്ങളുണ്ട്. എഴുതപ്പെട്ട അലക്സാണ്ട്രിയൻ ലൈബ്രറിയെ സംബന്ധിച്ച് പറയുന്നത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം മുതൽ മുസ്ലിമീങ്ങള് വിവിധ തരത്തിലുള്ള വിജ്ഞാനങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും കണ്ടെത്തി അത് അറേബ്യയിലേക്ക് എത്തിക്കുന്നതിൽ ഉത്സുകരായിരുന്നല്ലോ. അറിവിന്റെ വിഷയത്തിൽ മുസ്ലിം സമുദായത്തോളം അറബികളെക്കാളും അറിവിന് വേണ്ടിയിട്ട് പണിയെടുത്ത ആളുകളെ നമുക്ക് കാണാൻ കഴിയില്ല. ഞാൻ ചിലപ്പോഴൊക്കെ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. നമ്മൾ എണ്ണുന്ന എണ്ണൽ സംഖ്യ ഉണ്ടല്ലോ, ഇംഗ്ലീഷ് ലെറ്ററല്ല, നമ്മൾ ഇംഗ്ലീഷ് ന്യൂമറിക്കാണ് നമ്മൾ എഴുതാറില്ല. മലയാളത്തിന് ഒരു ന്യൂമറിക് ഉണ്ട്. നമ്മുടെ പഴയ ചില കലണ്ടറുകൾ ഉണ്ടെങ്കിൽ മലയാളത്തിന്റെ അക്കങ്ങൾക്കാണ് നമുക്ക് എഴുതുന്നത്. നമുക്ക് വായിക്കാൻ കഴിയില്ല. നമ്മളുടെ നമ്പർ മലയാളം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് ലെറ്ററാണ്, ഇംഗ്ലീഷ് ന്യൂമറിക്കാണ്. ഈ ഇംഗ്ലീഷ് ന്യൂമറിക്കിന് അതിന്റെ പേരെന്താണ്? ഇംഗ്ലീഷ് ന്യൂമറിക്കിന്റെ പേര് അറബിക് ന്യൂമറൽ എന്നാണ്. നമ്മളിങ്ങനെ 1, 2, 3, 4 എന്ന് എഴുതില്ലേ, ആ ഡിജിറ്റൽ അക്കങ്ങൾ, ആ അക്കങ്ങൾക്ക് പറയപ്പെടുന്ന ഔദ്യോഗിക പേര് അറബിക് ന്യൂമറൽ എന്നാണ്. ഇംഗ്ലീഷിൽ എഴുതിയിട്ട് പേരിട്ടിരിക്കുന്ന അറബി നമ്പർ. അപ്പൊ അറബി അക്കങ്ങളുടെ പേരോ? അറബിയിൽ മദ്രസയിൽ പോകുമ്പോഴത്തേക്കും അക്കങ്ങളായിട്ട് എഴുതാറില്ലേ? അതിനെന്താ പേര് പറയാ? അതിന്റെ പേര് റഖമുൽ ഹിന്ദി എന്നാണ്, ഇന്ത്യൻ നമ്പർ എന്നാണ്. അപ്പൊ അറബിയിൽ എഴുതിയിട്ട് അതിന്റെ പേര് ഇന്ത്യൻ നമ്പർ എന്നും ഇംഗ്ലീഷിൽ എഴുതിയിട്ട് അതിന്റെ പേര് അറബിക് ന്യൂമറൽ എന്നും പറയുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ആലോചിച്ച് ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത്? ഒരു കുഴഞ്ഞു മറിഞ്ഞൊരു കേസ്. അവിടെ മനസ്സിലാക്കാൻ കഴിയുക, അറബികൾ ഈ അക്കങ്ങളെ ഇന്ത്യ രാജ്യത്ത് നിന്നും പർച്ചേസ് ചെയ്തതാണ്. ഇന്ത്യ എന്ന് പറയുന്നത് മോശം നാടൊന്നുമല്ല. കുറെ പൈതൃകങ്ങൾ ഈ നാട്ടിൽ അതിൻ്റെതായ പാരമ്പര്യമുള്ളൊരു നാടാണ്. നമുക്ക് സമ്മതിക്കുന്നതിന് മടിയൊന്നുമില്ല. ഇസ്ലാം ഒരിക്കലും ഉള്ളത് ഇല്ല എന്ന് പറയുന്ന മതമല്ല. ഉള്ളതുപോലെ ഇസ്ലാം ഹക്കിന്റെ കൂടെയാണ് ഇസ്ലാം. ചൈനയിൽ ചെന്നിട്ടാണെങ്കിൽ നിങ്ങൾ അറിവ് നേടണമെന്ന് പറഞ്ഞ പ്രവാചകൻ നമുക്കുണ്ടായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് അത്ര സഹിഹല്ല, ലൈഫാണെങ്കിൽ പോലും. വിജ്ഞാനം എവിടെ നിന്ന് കിട്ടിയാലും നിങ്ങൾ ഇത് എടുത്തുകൊള്ളണം. അത് ളാല്ലത്തുൽ മുഅ്മിൻ, അത് മുഅ്മിനിന്റെ കയ്യിൽ നിന്ന് കളഞ്ഞുപോയ സ്വത്തായിട്ട് കണക്കൂട്ടിക്കൊള്ളുന്നത്. ആര് അറിവ് തന്നാലും നമ്മൾ ആ അറിവുകൾ സ്വീകരിക്കും. അങ്ങനെ ഇന്ത്യയിൽ കച്ചവടത്തിന് വന്ന അറബികൾ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് നമ്പർ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അവർ ആ നമ്പറും കൊണ്ട് അറേബ്യയിലേക്ക് പോയി. അപ്പൊ ഇന്ത്യയിൽ നിന്ന് കിട്ടിയ സാധനം ആയതുകൊണ്ട് അറബിൽ എഴുതിയ വാഹിദിനാഥിക്കത്ത് കൊടുത്തു ഇന്ത്യൻ നമ്പറുകൾ. അറബികൾ ഈ സാധനത്തെ യൂറോപ്യർക്ക് വിറ്റു. കച്ചവടക്കാരാണ്. വിറ്റു എന്ന് പറഞ്ഞാൽ പൈസ മേടിച്ചു കൊടുക്കുന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്. ഇവിടെ നിന്ന് കിട്ടിയ സാധനം അവിടെ കൊടുത്തു. അപ്പൊ ഇംഗ്ലീഷുകാർക്ക് സാധനം കിട്ടിയ അവിടെ നിന്നാണ്, അറബ് നാട്ടിൽ നിന്നാണ് കിട്ടിയത്. അവരതിന് പേര് കൊടുത്തു അറബിക് നമ്പർ. ലോകത്ത് വിജ്ഞാനവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ കഥയുടെ കുറെ വലിയ അതിന്റെ ചരിത്രത്തിന്റെ ചെറിയൊരു ഏടുമന്ത്രാണ്. ഇങ്ങനെ എഴുതപ്പെട്ട അനേകം ഗ്രന്ഥങ്ങൾ, ഈ ഗ്രന്ഥങ്ങളൊക്കെയാണ് പണ്ട് യൂഫ്രട്ടീസ് നദിയിൽ പാലം കെട്ടാൻ വേണ്ടിയിട്ട് അബ്ബാസിയ ഖിലാഫത്തിന് കുഴി തോണ്ടിയിട്ട് ചെങ്കിസ് ഖാന്റെ പട്ടാളക്കാര് പാലം കെട്ടിയത് ഈ അലക്സാണ്ട്രിയൻ ലൈബ്രറിയിൽ ഈ പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട്. അന്ന് അലക്സാണ്ട്രിയൻ ലൈബ്രറിയിലെ പുസ്തകത്തിന്റെ മഴ കൊണ്ട് ടൈഗ്രീസ് നദിയും യൂഫ്രട്ടീസും ഒക്കെ കറുത്താണ് ഒഴുകിയിരുന്നാണ് മഷി കലങ്ങിയിട്ട്. നമ്മുടെ പാരമ്പര്യമാണ് ഈ പാരമ്പര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിന്റെ ഈ പാരമ്പര്യങ്ങളൊക്കെ, ഈ പൈതൃകങ്ങളൊക്കെ നമ്മുടെ പൈതൃകങ്ങളാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഇതിന്റെയൊക്കെ മുമ്പിൽ വെക്കേണ്ടത്, കുറെ പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വെക്കുമ്പോൾ നിങ്ങൾ ആ പുസ്തകങ്ങളിൽ ഏറ്റവും മുകളിൽ ഏത് വെക്കും? ഉണ്ടല്ലോ, ഖുറാനുണ്ട്, സുന്നത്തുണ്ട്, ഫിഖിന്റെ ഗ്രന്ഥമുണ്ട്, മദ്രസയിലെ പാഠപുസ്തകമുണ്ട്, സ്കൂളിലതുണ്ട്, ഇന്ന് വന്ന വീക്കിലികളുണ്ട്, ന്യൂസ് പേപ്പർ ഉണ്ട്. ഇതെല്ലാം കൂടെ ഇവിടെ വിശപ്പത്ത് കൂട്ടി വെക്കും. നമ്മളിങ്ങനെ അടുക്കി വെക്കുമ്പോൾ ഏത് വെക്കും? ഏറ്റവും മുകളിൽ ഖുറാൻ വെക്കും. ഏറ്റവും മുകളിൽ ഖുറാൻ വെക്കുന്ന ഖുർആാനോടുള്ള ആദരവിന്റെ ഭാഗമായിട്ട് മാത്രമൊന്നുമല്ല. ഖുർആനെ താഴെ വെച്ചിട്ട് അതിന്റെ മുകളിൽ അടുക്കി വെക്കുന്ന ഒരു അനാദരാണല്ലോ. ഇങ്ങനെ അനാദരവിന്റെ പ്രശ്നം വെച്ചിട്ടാണോ? അല്ലല്ലോ. അതിനാണ് ഒന്നാം സ്ഥാനം എന്നുകൊണ്ട്. കാരണം അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ബാക്കിയൊക്കെ. അതിൽ നിന്നും കൊളുത്തിയെടുത്തതാണ് ബാക്കിയുള്ളതല്ല.
ഈ ഖുർആനിന്റെ വിശദീകരണമാണ് പുണ്യ റസൂലിന്റെ തിരുവചനങ്ങൾ, ഹദീസുകൾ. അപ്പൊ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പൈതൃകങ്ങളിൽ ഏറ്റവും മഹത്തരമായത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ബൃഹത്തായത് ഈ രണ്ടെണ്ണമാണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട ആവശ്യമില്ല. അങ്ങനെയും ചില ആളുകൾക്ക് തലയിൽ മണ്ടം ബുദ്ധി ഉദിക്കാറുണ്ട്. ഖുർആനും സുന്നത്തിലും ഏറ്റവും മുൻഗണന ഖുർആനിന്, പിന്നെ സുന്നത്തിന്, അല്ലെ സുന്നത്ത് വേണ്ട, അങ്ങനെയാണ്. അല്ല, ഖുർആനും സുന്നത്തും പരസ്പരം പിരിക്കേണ്ട സാധനമല്ല. അത് രണ്ടും ഒന്ന് തന്നെയാണ്. അത് രണ്ടും ഒന്ന് തന്നെയാണ്. ആവശ്യത്തിൽ സംശയത്തിന്റെ ആവശ്യമില്ല. ഇത് രണ്ടും അടിത്തറയാണ്. ഖുർആനും സുന്നത്തുമാണ് ഇസ്ലാമിന്റെ അടിത്തറ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഇത് രണ്ടുമാണ്. ഇത് രണ്ടിനെ കുറിച്ചിട്ടാണ് ഖുർആനിലെ സൂറത്തുൽ ഫാത്തിറിലെ 32-ാമത്തെ ആയത്തിൽ അല്ലാഹു സുമ്മ ഔറസ്നൽ കിതാബൽ ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ, പിന്നീട് നാം ഈ അൽ കിതാബിനെ, ഈ ഖുർആൻ എന്ന അൽ കിതാബിനെ അനന്തരമായി നൽകുകയായിരുന്നു. അല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ, നമ്മുടെ അടിയാറുകളുടെ കൂട്ടത്തിൽ നാം തിരഞ്ഞെടുത്ത ആളുകൾക്ക്. അൽ കിതാബ്, അൽ കിതാബ് എല്ലാ പ്രവാചകന്മാർക്കും കിട്ടിയ അൽ കിതാബ്, എല്ലാ പ്രവാചകന്മാർക്കും കിട്ടിയ സുഹഫി ഇബ്രാഹിം മൂസ എന്ന് പറയുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇബ്രാഹിം നബിക്ക് കിട്ടിയ ആ സുഹഫിലുള്ളത്, മൂസ നബി അലൈഹി സ്വലാമിക്ക് കിട്ടിയ അദ്ദേഹത്തിന്റെ കിതാബിലുള്ളത്, മറ്റു പ്രവാചകന്മാർക്ക് കിട്ടിയ ആ കിതാബിലുള്ളത്. ആ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരുടെ തലതൊട്ടപ്പൻ, ആ പ്രവാചകന്മാരിൽ ഏറ്റവും പ്രധാനിയായ മനുഷ്യൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഖുർആനെ വിശദീകരിക്കാൻ വേണ്ടി വന്ന പ്രവാചകനാണ്. ഖുർആന്റെ വിശദീകരണമാണ് തിരുവചനങ്ങൾ, ഹദീസുകൾ. ഖുർആനെ റസൂൽ എങ്ങനെ വിശദീകരിച്ചു എന്ന് ചോദിച്ചാൽ ഇത് രസമാണല്ലോ. ഖുർആനെ റസൂൽ എങ്ങനെയാണ് വിശദീകരിച്ചത്? ഖുർആനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതിനെ കുറിച്ച് ഞാൻ പലപ്പോഴും ഖുതുബയിൽ പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അല്ലെ ആളുകൾ ചോദിക്കുമ്പോഴത്തേക്കും ആയിഷ തന്നെ പറയുന്നത് എന്താണ്? കാന ഖുലുഖുഹു അൽ ഖുർആൻ, കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഖുർആൻ ആകുന്നു. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അല്ലാഹുവിന്റെ റസൂലിന് ചാർത്തിക്കൊടുത്തൊരു വിശേഷണമാണ്. നബിയെ അങ്ങ് ലഅലാ ഖുലുഖിൻ അദീം, അതിമഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ്. അപ്പൊ ഖുർആൻ ഒരാളുടെ സ്വഭാവമാവുക എന്ന് പറഞ്ഞാൽ ഖുർആനിൽ അള്ളാഹു എന്തൊക്കെ കൽപ്പനകളാണോ കൊടുത്തത്, ആ കൽപ്പനകൾ മുഴുവൻ ജീവിതത്തിൽ പാലിച്ചു പോകുന്നൊരു മനുഷ്യൻ. ഏതൊക്കെ കാര്യങ്ങളാണോ അള്ളാഹു ഖുർആനിൽ നിരോധിച്ചത്, ആ നിരോധനങ്ങൾ മുഴുവൻ അംഗീകരിച്ചത് മുഴുവൻ തന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരു മനുഷ്യൻ. മാത്രമല്ല അതിലേക്ക് യഥാവിധി പ്രബോധനം നിർവഹിച്ച ഒരാൾ. അപ്പൊ ഖുർആൻ ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ച അതിന്റെ എല്ലാ ഗുണങ്ങളും ജീവിതത്തിൽ ആവാഹിച്ച് ഒരാളെങ്ങനെ ആരാണ് ഖുർആൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാണിച്ചു കൊടുത്ത് ഇതാണ് ഖുർആന്റെ ഒരു മോഡൽ എന്ന് പറയാവുന്ന തരത്തിൽ ലോകത്ത് ജീവിച്ച് കാണിച്ചുകൊണ്ട് ജ്ഞാനം കൊണ്ടും കർമ്മം കൊണ്ടും അവരിൽ പരിപൂർണനായി കഴിഞ്ഞു കൂടിയൊരു മനുഷ്യൻ, ഖുർആൻ വിളിക്കുന്നതിലേക്ക് സമ്പൂർണമായി നിലകൊണ്ടൊരു മനുഷ്യൻ. ഖുർആനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് സൂറത്തുൽ ഇസ്രായിൽ 9-ാമത്തെ ആയത്തിലാണ്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ ഖുർആൻ എന്നത് ഇത് അഖ്വം, ഏറ്റവും നേരായതിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ്. ഏറ്റവും നേരായതിലേക്ക്. ഇതിനേക്കാൾ ഒരു സത്യപാത പിന്നെ വേറെ നിങ്ങൾക്ക് കാണാനേ കിട്ടൂല. ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദം വശിഫാ. അല്ലാഹു ഈ ഗ്രന്ഥത്തെ കുറിച്ചിട്ട് ഖുർആനിൽ പല സ്ഥലത്ത് പലതരത്തിൽ വിശദീകരിക്കുന്നുണ്ട്. സൂറ ഫുസ്സിലത്ത് 44-ാമത്തെ ആയത്തിൽ നബിയെ പറയുക, ഹുവ ഈ ഖുർആൻ എന്നുള്ളത് ലില്ലദീന ആമനൂ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹുദൻ വശിഫാഉൻ, അവർക്ക് സന്മാർഗമാണ്, അവർക്ക് മരുന്നാണ്. ശിഫാഉൻ, അവർക്ക് ഖുർആൻ ശമനമാണ്. വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ശൈഇൻ വഹുദൻ വറഹ്മ. സൂറ അൻ-നഹ്ലിലെ 89-ാമത്തെ ആയത്ത്. നാം അങ്ങേക്ക് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു തരികയാണ്. എന്താ ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത? തിബിയാനൻ ലികുല്ലി ശൈ, സകലതിന്റെയും വിശദീകരണം ഈ ഗ്രന്ഥത്തിലുണ്ട്. തിബിയാനൻ ലികുല്ലി ശൈ, സകലതിന്റെയും വിശദീകരണം ഈ ഗ്രന്ഥത്തിലുണ്ട്. ഇതൊരു വല്ലാത്ത വാക്കാ. അപ്പൊ ഖുർആനിൽ ഇല്ലാത്തതൊന്നും ഇല്ല എന്നാ പറയുന്നത്. ആകെപ്പാടൊരു കൊച്ചു ഗ്രന്ഥമാണ്. എടുത്തു പിടിച്ചാൽ കൈക്കകത്ത് ഒരു കുട്ടിക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കൊച്ചു ഗ്രന്ഥം. അത്ര വലിപ്പമൊന്നും ഖുർആൻ ഇങ്ങനെ പേജുകളൊന്നും ഇല്ലല്ലോ, ഉണ്ടോ?
ലോകത്ത് അറിയപ്പെട്ട എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക മെഡിക്കൽ ജേർണലുകൾ പോലെ, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെ തഫ്സീറുകൾ പോലെ അങ്ങനെ അട്ടിയായി വെക്കാവുന്ന വോള്യങ്ങളുള്ള ചില മഹത് ഗ്രന്ഥങ്ങൾ ലോകത്തില്ല. ചില ഗ്രന്ഥങ്ങളൊക്കെ അതിന്റെ ആളുകൾ എങ്ങനെ എഴുതി നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു മനുഷ്യായുസിൽ എഴുതി തീർക്കാൻ പറ്റാത്ത അത്രയും എഴുതി കൂട്ടിയ പുസ്തകങ്ങളുണ്ട്. അത്രയൊന്നും ഇല്ലല്ലോ ഈ ഖുർആൻ. ഇപ്പൊ ഒരു ഖുർആൻ എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ കൈക്കത്ത് തോന്നുന്നു. ഈ ഖുർആനെ കുറിച്ചിട്ട് അള്ളാഹ് പറയും തിബിയാനൻ ലികുല്ലി ഷൈ, സകല കാര്യത്തിന്റെയും വിശദീകരണം അതിലുണ്ട്. എത്ര വഹുദ, അതിനോടൊപ്പം അത് സന്മാർഗാണ്, അതിനോടൊപ്പം അത് റഹ്മത്താണ്. ഇന്നിപ്പോ പത്രത്തിൽ കണ്ടൊരു വാർത്ത ഉണ്ടായിരുന്നു. ഭൂമിയുടെ അപരന്മാര് ലോകത്ത് ഇങ്ങനെ പല സ്ഥലത്ത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നത്തെ മാധ്യമ പത്രത്തിലാണ് ന്യൂസ്. ഭൂമിയെ പോലൊരു ഗ്രഹം, ആ ഗ്രഹത്തിൽ ജീവനുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് സയൻസ് ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ ഗ്രഹത്തെ കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ട്. ഈ ഗ്രഹത്തെ കുറിച്ചിട്ട് പറയുന്നു, ഈ ഗ്രഹത്തിൽ എന്റെ പേര് മറന്നുപോയി, ജീവനുണ്ടാവാനുള്ള വളരെയേറെ സാധ്യതയുണ്ടെന്നാണ്, അധിക സാധ്യതയുണ്ടെന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞൊരു ഖുർആനിന്റെ ആദ്യകാല വ്യാഖ്യാതാവ് ഉണ്ടായിരുന്നു. റസൂലിന്റെ സഹാബിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അഭിപ്രായങ്ങളൊക്കെ പലപ്പോഴും പലരും ഉദ്ധരിക്കാറുള്ളതാണ്. ഇബ്നു അബ്ബാസ് ഭൂമിയെ പോലെ മറ്റൊരു ഭൂമിയുണ്ട് ലോകത്ത് വേറെ, അവിടെ നമ്മളെ പോലെ നമുക്ക് വന്നതുപോലെ അവിടെ അവർക്ക് ഖുർആൻ കിട്ടിയിട്ടുണ്ട്, അവിടെ പ്രവാചകൻ വന്നിട്ടുണ്ട്, അവിടെ മനുഷ്യന്മാരുണ്ട്. ഇബ്നു അബ്ബാസ് പറഞ്ഞ അഭിപ്രായമാണ്. ഇപ്പൊ ഗ്രഹങ്ങൾക്കപ്പുറത്ത് ജീവനുണ്ടോ എന്ന് സയൻസ് അന്വേഷിക്കുമ്പോഴത്തേക്കും വിശുദ്ധ ഖുർആൻ വെച്ചിട്ട് ഇങ്ങനെ പഴയ സഹാബി തന്നെ ഇങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. ഏത് കാര്യത്തിന് വേണം നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ എന്ന് വ്യാഖ്യാനം. അതുകൊണ്ട് ഇത് കളയാൻ പറ്റിയ സാധനമല്ല ഈ ഖുർആൻ. ഈ ഖുർആനാണ് നമ്മളുടെ അസ്ഥിവാരം. നമ്മൾ ഇത് വെച്ചിട്ട് അഭിമാനിച്ചു പോകും. ഇത് മിത്തല്ല കേട്ടോ, ഇത് മിത്തല്ല. മറ്റ് മതഗ്രന്ഥങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ അബദ്ധങ്ങൾ അനവധി അതിൽ എഴുന്നള്ളിക്കാനുണ്ടെങ്കിലും ഖുർആനിലെ അബദ്ധങ്ങളില്ല എന്നുള്ളത്. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ രസത്തിന് വേണ്ടി ഇങ്ങനെ വെള്ളിയാഴ്ച നിങ്ങളെ സമാധാനിപ്പിക്കാൻ പറയുന്നത്. നിങ്ങൾക്ക് പരിശോധിക്കാം ഖുർആനിൽ എവിടെ അബദ്ധമുള്ളത്. ഖുർആന്റെ അബദ്ധം കണ്ടെത്താൻ വേണ്ടി ഖുർആന്റെ വിമർശകര് പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. ഒരബദ്ധത്തെയും നേരാവണ്ണം അവർക്ക് സമർത്ഥിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അവർ അബദ്ധമാണെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു വരും. അവസാനം അവർ തന്നെ തോറ്റ് തുന്നമ്പാടിക്ക് പോവാണ് ചെയ്യാൻ. ഖുർആനിലെ അബദ്ധങ്ങളില്ല. അത് അള്ളാഹ് തന്നെ പറയുന്നുണ്ട്. ഈ ഖുർആൻ ഇത് അള്ളാഹ് അല്ലാതെ മറ്റാരെങ്കിലും ഇറക്കിയതായിരുന്നെങ്കിൽ അവർക്ക് അതിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയായിരുന്നു. അള്ളാഹ് പറയാണ്, ഖുർആൻ അള്ളാഹ് അവതരിപ്പിച്ചതായതുകൊണ്ടാണ് അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ പോയത്. അള്ളാഹ് അല്ലാതെ നബി തന്നെ ഉണ്ടാക്കിയതാണെന്ന് വിചാരിക്കുക, റസൂല് തന്നെ എഴുതി ഉണ്ടാക്കിയതാണെന്ന് വിചാരിക്കുക. എങ്കിലും ഖുർആനിലെ അബദ്ധങ്ങൾ കണ്ടേനെ. ഖുർആനിലെ അബദ്ധങ്ങളില്ലാതെ പോയത് ഖുർആൻ അള്ളാഹു ഇറക്കിയതുകൊണ്ടാണ്. അപ്പൊ ഖുർആൻ എല്ലാത്തിന്റെ ഒരു വിശദീകരണം, തിബിയാനൻ ലികുല്ലി ഷൈ, സകലത്തിന്റെയും വിശദീകരണവുമായിട്ട് വന്നൊരു മഹാ അത്ഭുത ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഓതി വെച്ച രണ്ടായതുണ്ട്, ഹുദം വശിഫ, ലികുല്ലി ഷൈഇൻ ഹുദം വറഹ്മ. ഖുർആനിൽ ഷിഫ ഉണ്ടെന്നാണ്. ഖുർആനിൽ ഷിഫയുണ്ട്. ഖുർആനിൽ എന്തിന്റെ ഷിഫയാണുള്ളത്? ഖുർആൻ ഷിഫ എന്ന് പറഞ്ഞാൽ മരുന്നാണല്ലോ, ശമനാണല്ലോ. ഖുർആൻ പ്രധാനമായും ചികിത്സിക്കുന്ന മനുഷ്യന്റെ മനസ്സുകളെയാണ്. മനുഷ്യന്റെ മനസ്സിലുള്ള ശിർക്ക്, കുഫ്ർ, ഹസദ്, കിബ്ർ, നിഫാഖ്, ഇതൊക്കെ ഖുർആൻ ചികിത്സിക്കുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഖുർആന്റെ പണി. അപ്പൊ ഖുർആൻ നല്ലൊരു വൈദ്യനാണ്. മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള രോഗങ്ങളെ, തിന്മയുടെ വിഷവിത്തുക്കളെ ഖുർആൻ ചികിത്സിക്കുന്നുള്ളതാണ്. ഇത് പറയുമ്പോഴത്തേക്ക് കൂട്ടത്തിൽ വേർന്ന് പറഞ്ഞു, ഖുർആൻ ശാരീരിക രോഗങ്ങൾക്കുള്ള ചികിത്സയാട്ടോ. ഖുർആൻ മനുഷ്യന്റെ മനസ്സിനെ മാത്രമല്ല ചികിത്സിക്കുക, ശാരീരിക രോഗങ്ങൾക്ക് ഖുർആൻ ചികിത്സയാണ്. അതിപ്പോ എങ്ങനെയാണെന്നു അതുണ്ട്. ചിലപ്പോൾ നമുക്ക് ചിലത് അംഗീകരിക്കാൻ പ്രയാസമാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ ഖുർആൻ ചികിത്സ എന്ന് പറഞ്ഞിട്ട്? ഖുർആൻ ചികിത്സിക്കാൻ ബോർഡ് ഉണ്ടാക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഖുർആൻ നമ്മുടെ ശാരീരിക രോഗങ്ങൾക്ക് ചികിത്സയാണ്. ഒരു സഹാബി ഉണ്ടായിരുന്നു. ആ സഹാബി അദ്ദേഹത്തിന്റെ ഒരു യാത്രാവേളയിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ക്യാമ്പ് ചെയ്ത സമയത്താണ് ആ നാട്ടിലുള്ള ഒരു ഗോത്ര നേതാവിന് തേള് കടിക്കുന്നത്. വിഷം തീണ്ടിയിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ഈ നാട്ടിൽ ക്യാമ്പ് ചെയ്തിരിക്കുന്ന യാത്രക്കാരായ ഈ ആളുകളുടെ അടുത്ത്, സഹിയായ ഹദീസാട്ടോ, ഹദീസ് ഞാൻ ഉണ്ടാക്കിയൊന്നുമില്ല, സഹിയാണ് ഹദീസ്, പരിശോധിക്കാം. ഈ സഹാബിയുടെ അടുക്കൽ വന്നു ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ മന്ത്രിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. മന്ത്രിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മന്ത്രിക്കാൻ അറിയാം, ഞാൻ മന്ത്രിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സഹാബി ചേള് കളിച്ച ഈ മനുഷ്യനത്തിൽ സൂറത്തുൽ ഫാത്തിഹ 7 വട്ടം ഓതിയിട്ട് മന്ത്രിച്ചു എന്നാണ്.
അയാളുടെ വിഷം ഇറങ്ങിപ്പോയിരുന്നു. എന്നും മാത്രമല്ല, ഈ സംഭവം ഇതിന്റെ കുറച്ച് ബാക്കിയുള്ളൂ, ഞാനത് പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പിന്നീട് ഇദ്ദേഹം ചെയ്ത പ്രവൃത്തിക്ക് സാധൂകരണം തേടി നബിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, റസൂലേ ഇങ്ങനെ സംഭവം ഉണ്ടായി, ഞാൻ അയാളെ ചികിത്സിച്ചു, അയാൾ എനിക്ക് പാരിതോഷികവും തന്നു, എനിക്കൊരു ആടും അയാൾ സമ്മാനം തന്നു, അങ്ങനെ രോഗം മാറ്റിയതാണല്ലോ. അപ്പൊ റസൂൽ എന്താ പറഞ്ഞെന്നറിയോ? നബി പറഞ്ഞത്, ആടിന്റെ ഇറച്ചി ബാക്കി വല്ലതിന്റെ കുറച്ചും കൂടുതൽ ഞാൻ തിന്നട്ടെ. ഇത് ഹദീസാണ്. നമ്മളിങ്ങനെ എല്ലാം നിഷേധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഖുർആനൊക്കെ മന്ത്രിച്ചോളി. നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ പ്രയാസങ്ങൾ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് നിങ്ങളൊന്നും ഇത് പടച്ച തമ്പുരാനുള്ള പ്രാർത്ഥനയാണ്. ഇത്രയേ ഉള്ളത്, വേറൊന്നുമില്ല. നമ്മൾ ഖുർആൻ എന്നുള്ളത് ഒരു സൽക്കർമ്മമാണല്ലോ. ഖുർആന്റെ പാരായണം. ഖുർആൻ നിങ്ങൾ ഒന്നുമ്പോഴത്തേക്ക് ഖുർആൻ ഒരു വാക്ക് നിങ്ങൾ പാരായണം ചെയ്ത 10 നന്മ നിങ്ങൾക്ക് കിട്ടും. സൽക്കർമ്മങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനെ പ്രാർത്ഥിക്കാറില്ലേ? റസൂൽ അങ്ങനെ നമ്മൾ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നമ്മളെങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? ഇപ്പൊ 3 ഗുഹാവാസികൾ, ഗുഹയിലകപ്പെട്ടു പോയ 3 ആളുകളെ കുറിച്ചിട്ട് ഒരു റിപ്പോർട്ടുണ്ട്, സഹിഹായ നിവേദനമാണ്. ഒരു 3 ആളുകൾ ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്ന സമയത്താണ് പെട്ടെന്ന് കാറ്റും കോളും വന്നിട്ട് ഇവർ ഗുഹയിൽ അഭയം തേടുന്നത്. ഗുഹയിൽ അഭയം തേടിയ പാടെ വലിയൊരു പാറക്കല്ല് വന്നിട്ട് ഈ ഗുഹാമുഖം അടഞ്ഞുപോയി. അപ്പം ഇത് തള്ളി നോക്കാൻ നോക്കിയിട്ടൊന്നും മനങ്ങുന്നില്ല, വലിയ പാറക്കല്ലാണ്, ഗുഹയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ 3 ആളുകളും അവർ ചെയ്ത നന്മകൾ എടുത്തിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. ആ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം അല്ലെ? ഒരാളുടെ കഥ, മാതാപിതാക്കൾക്ക് ഭക്ഷണം തേടിപ്പോയ ആളാണ്. അയാളിങ്ങനെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് മാതാപിതാക്കൾ ഉറങ്ങിപ്പോയി. അപ്പൊ അവരുണരുന്നതും കാത്ത് ആ പാൽപാത്രവും പിടിച്ച് ഉമ്മയുടെയും പാപ്പയുടെയും കാലിന്റെ ചവിട്ടിൽ നിന്നിട്ട്, അല്ലെ, അള്ളാഹു ഞാൻ ചെയ്തൊരു പുണ്യപ്രവൃത്തിയാണെങ്കിൽ ഞങ്ങളെ ഇതിന് രക്ഷപ്പെടുത്തണേ. അപ്പൊ കാലിന്റെ അല്പം നനങ്ങി, അല്ലെ. രണ്ടാമത്തെ ആള് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അയാളൊരു അവിഹിത ഒരു ബന്ധത്തിൽ ഇങ്ങനെ ഒരുങ്ങി നിന്നു. ഇയാൾക്ക് പിന്നെ അയാൾ വേണ്ടാന്ന് തോന്നി, ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് മാറി. അള്ളാഹു ഞാൻ മാറിയത്, ആ തിന്മയിൽ നിന്നും മാറിയത് ഒരു സൽക്കർമ്മമാണെങ്കിൽ കുറച്ചുകൂടെ ഞങ്ങൾ രക്ഷപ്പെടുത്തണേ. കണ്ടു പിന്നെ കുറച്ചുകൂടെ നനങ്ങി. മൂന്നാമതൊരാൾ സാമ്പത്തികമായൊരു പ്രശ്നമായിരുന്നു. ഒരു സാമ്പത്തിക പ്രശ്നം, ഇങ്ങനെ ഞാൻ ആ പ്രശ്നം പരിഹരിച്ചു, എന്റെ തൊഴിലാളിക്ക് വേണ്ടുന്ന സമ്പൂർണമായ കൂലി ഞാൻ കൊടുത്തു, അയാൾക്ക് കിട്ടേണ്ടതിലേറെ ഞാൻ കൊടുത്തു. അള്ളാഹുവിന്റെ പുണ്യപ്രവൃത്തിയാണെങ്കിൽ കല്ല് സമ്പൂർണ്ണമായി മാറി എന്നാണ് ഈ ഹദീസ് വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നത്. നമ്മൾ എങ്ങനെയാ അള്ളാഹുവെ പ്രാർത്ഥിക്കുക? നമ്മൾ അള്ളാഹുവെ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളെ മുൻനിർത്തിയിട്ടാണ്. അതാണ് നമ്മുടെ തവസ്സുൽ. അപ്പൊ ഖുർആൻ ഇങ്ങനെ ഓതിയിട്ട് പഠിച്ചവരെ യാത്ര കുറിച്ച് ഖുർആൻ പഠിച്ചവരെ കാര്യം സാധിച്ചു തരണേ. ഇത് പുണ്യകർമ്മമാണ്, ഇത് റസൂലിന്റെ സാധുകരണമുള്ളതാണ്, നബി അംഗീകരിച്ചതാണ്. അപ്പൊ ഖുർആൻ ആ നിലയ്ക്ക് ശിഫയാണ്. അപ്പൊ മാനസികമായ രോഗങ്ങൾക്ക് മാത്രമല്ല, ശാരീരികമായ രോഗങ്ങൾക്കുള്ളൊരു ശിഫയാണ് ഖുർആൻ എന്നുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പൈതൃക സ്വത്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് വിശുദ്ധ ഖുർആൻ. ഇത് ഒഴിവാക്കി നമ്മൾ എങ്ങോട്ടും ഇല്ല. ഇത് മാറ്റിവെക്കാനാണ് പലരും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വഖഫിന്റെ പേരിലൊക്കെ സംഭവിക്കുന്നത് അതാണ്. ഇതിനെക്കുറിച്ച് വിട്ടുവീഴ്ചയ്ക്ക് തരയില്ല കേട്ടോ. കാരണം ഇത് ഖുർആൻ സുന്നത്ത് ഞങ്ങൾക്ക് നിർദ്ദേശിച്ചിരുന്ന ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് ചില നിലപാടുകളുണ്ട് സമൂഹത്തിൽ. മുസ്ലിം സമൂഹത്തിന്റെ നിലപാടുകൾ ഞങ്ങളുടെ ഖുർആനിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിലപാടുകളാണ്. ഈ നിലപാടുകളെ ബലികഴിച്ച് ആരെങ്കിലും പറയുന്ന കേട്ട് വരാൻ ഞങ്ങൾ തയ്യാറല്ല. നമ്മുടെ നിലപാടാണിത്. ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും നമ്മളോടുള്ള ഏറ്റവും വലിയ ഭയവും തന്നെയാണ്. ഏതൊക്കെ സമുദായത്തെ മാറ്റാൻ കഴിയാലും മുസ്ലിം സമുദായത്തെ മാറ്റാൻ കഴിയില്ല. മുസ്ലിം സമുദായത്തെ മാറ്റാൻ കഴിയില്ല എന്നുള്ളത് യൂറോപ്യന്മാരായ മിഷണറിമാരൊക്കെ പണ്ടേ സമയം, ഈ ഗ്രന്ഥം അവരുടെ കയ്യിലുള്ള കാലത്തോളം അവരെ മാറ്റാൻ കഴിയില്ല. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ടത് ഈ ഗ്രന്ഥത്തിൽ നമുക്ക് ഇസ്തിഖാമത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഉറച്ചു നിൽക്കണം ഏത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ. അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായതൊന്നും ഞങ്ങളിൽ ഉണ്ടാവില്ല. ഇത് ഞങ്ങൾ ഇതുപോലെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. ഞങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു നിലയിൽ തന്നെ പടച്ച തമ്പുരാന്റെ തിരുവചനവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയും ജീവിതത്തിൽ മരണം വരെ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സത്യവിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. തഖ്വ ജീവിതത്തിന്റെ സകല ഇടങ്ങളിലും മുറുകെ പിടിക്കുക. ഇഖ്ലാസോടുകൂടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
നാം ഏവരെയും മുത്തഖീകളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. സഹോദരങ്ങളെ, സത്യവിശ്വാസം, നമ്മുടെ മുമ്പിലുള്ള രക്ഷാസരണി അള്ളാഹുവിന്റെ കിതാബും റസൂലിന്റെ സുന്നത്തും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്ന് തന്നെയാണ്. ഇത് നമുക്ക് നിർബന്ധമാണ്. അള്ളാഹുവിന്റെ ദീന് മുറുകെ പിടിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. ജിന്നുകളിലും മനുഷ്യന്മാരിൽപ്പെട്ട പ്രായപൂർത്തിയായ എല്ലാവർക്കും ഈ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കൽ നിർബന്ധമാണ്. ആ വിഷയത്തിൽ അറബിയാണെന്നോ അജമിയാണെന്നോ ആണാണെന്നോ പെണ്ണാണെന്നോ ധനികനാണെന്നോ ദരിദ്രനാണെന്നോ ഭരണാധികാരിയാണെന്നോ ഭരണീയനാണെന്നോ എന്ന വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും ഇത് ഫർദായ സംഗതിയാണ്. മുസ്ലിമിന് പോലും അല്ല, സകല മനുഷ്യർക്കും. ഞാൻ എന്താ പറയുക, മുസ്ലിമിന് മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും രക്ഷപ്പെടണമെങ്കിൽ ഈ വഴിയിലേക്ക് തന്നെ വരണം. കാരണം അള്ളാഹ് അങ്ങനെയാ പറഞ്ഞത്, യാ അയ്യുഹന്നാസ് വഅ്ബുദൂ റബ്ബക്കും, ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുക, അവന് വഴിപ്പെടുക. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, മനുഷ്യരെ, ലോകത്തുള്ള സകല മനുഷ്യരും, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ നാഥന് തഖ്വ ചെയ്യുക. അപ്പൊ ആ നിലക്ക് ജൂതന് രക്ഷപ്പെടണമെങ്കിൽ ഈ ഖുർആന്റെ വഴിയിലേക്ക് വരണം. ക്രിസ്ത്യാനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ ഖുർആന്റെ വഴിയിലേക്ക് വരണം. മുശ്രിക്കിന്റെ വിവിധ ഇനങ്ങളുണ്ടല്ലോ, മുശ്രിക്കിന്റെയും കുഫറിന്റെയും വ്യത്യസ്ത തലങ്ങൾ. അവർക്കൊക്കെയും രക്ഷ വേണമെങ്കിൽ അള്ളാന്റെ മതത്തിലേക്ക് വന്നേ പറ്റൂ. കാരണം വിജയം ഈ പൈതൃകത്തിലാണ്. ഖുർആനും സുന്നത്തും എന്ന പൈതൃകത്തിലാണ് മാനവരാശിയുടെ വിജയം. ഇതിപ്പോ നമുക്ക് പറയാൻ ചിലപ്പോൾ ധൈര്യം വന്നോണമെന്നില്ല. കാരണം മുമ്പൊരിക്കൽ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നും പറഞ്ഞിട്ടൊരു പ്രമേയം വന്നപ്പോഴത്തേക്കും അത് എഴുതണോ വേണ്ട എന്നുള്ള ചർച്ചയിലേക്കല്ല, ശരിക്കും അങ്ങനെ തന്നെ അല്ലേ നമുക്ക് പറയാനുള്ളതല്ലേ. ഇന്ത്യയുടെ മതം, മാനവരാശിയുടെ മോചനം ഇസ്ലാമിലല്ല. കാരണം മാനവരാശിക്ക് വേണ്ടി അള്ളാഹ് തന്നതാണ് ഖുർആനും സുന്നത്തും. അള്ളാഹ് അതാ പറഞ്ഞത്, യാ അയ്യുഹന്നാസ് വഅ്ബുദൂ റബ്ബക്കും, ജനങ്ങളെ നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കൂ, വഴിപ്പെടൂ. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും, ജനങ്ങളെ നിങ്ങൾ അള്ളാഹിനെ വഴിപ്പെടൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്ത് കിട്ടിയിട്ട് ആളുകളോട് ആദ്യം നടത്തിയ പരസ്യ പ്രബോധനം നമുക്കറിയില്ലേ? കുന്നിന്റെ താഴ്ഭാഗത്തേക്ക് ജനങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് റസൂൽ പറഞ്ഞതല്ലേ അല്ലെ? വസവാ വസവാ, ആളുകളെ വിളിച്ചു കൂട്ടാൻ റസൂൽ ഇങ്ങനെ അല്ലെ, ഈ മലയുടെ അപ്പുറത്ത് നിങ്ങളെ ആക്രമിക്കാൻ ഒരു ശത്രു സൈന്യം വരുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആളുകളൊക്കെ ഒന്നിച്ച് പറഞ്ഞു എന്നാണ്, ഞാൻ അല്ലമീനാണല്ലോ, അസാദിഖാണല്ലോ, ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു വലിയ ശിക്ഷയെ സംബന്ധിച്ച് മുന്നറിയിപ്പ് തരികയാണ്. അത് പരലോക ശിക്ഷയെ സംബന്ധിച്ചിട്ടാണ്. നിങ്ങൾ എന്നെ അംഗീകരിക്കുക, എന്നെ പ്രവാചകനായി സംബന്ധിക്കുക, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. നിങ്ങൾ ഇത്രയും കാലം ആരാധിച്ചുകൊണ്ടിരുന്ന സകല ആരാധനാമൂർത്തികളെയും കൈയൊടിച്ചിട്ട് ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും അനുസരിക്കാനും നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങൾക്ക് പരലോകത്ത് രക്ഷപ്പെടാം. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കൂ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. അത് കേട്ടിട്ടാണ് റസൂലിന്റെ മൂത്താപ്പ് അബൂ ലഹബ് തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമാഅതന, മുഹമ്മദേ നീ നശിച്ചു പോട്ടെ, ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നത്, വിളിച്ചു കൂട്ടിയത്. ലോകത്തോട് നമുക്ക് എന്നും പറയാനുള്ള ഇതാണ്, ലോകമേ രക്ഷ വേണോ? ഇസ്ലാമിന്റെ വഴിയിലേക്ക് വരിക. ഇതിലാണ് രക്ഷ, ഇതിലാണ് സമാധാനം, ഇതിലാണ് ശാന്തി, ഇതിലാണ് മനുഷ്യർക്ക് മനുഷ്യരെ മനുഷ്യരെന്നുള്ള നിലയ്ക്ക് കാണാൻ കഴിയുക, സഹോദരന്റെ പ്രയാസത്തെ മനസ്സിലാക്കാൻ കഴിയുക, ഒരുമിച്ച് നിൽക്കാൻ കഴിയുക, ശണ്ടകളില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു നിലയിൽ ജീവിക്കാൻ അല്ലാഹു ആദ്യം നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് പ്രകാരം വിശുദ്ധ ഖുർആനിന്റെ ജീവിച്ച മാതൃകയായോ നമ്മളും അതുപോലെ ഖുർആനിന്റെ ജീവിക്കുന്ന മാതൃകകളാവാൻ, അങ്ങനെ ആ മാതൃകകൾ കണ്ട് ലോകം മുഴുവൻ ഇസ്ലാമിലേക്ക് വരാൻ അള്ളാഹു നമ്മെ നിമിത്തമാകുമാറാകട്ടെ. അള്ളാഹു നീ ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണമേ നാഥ. നീ ഞങ്ങളെ വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും ശരിയായ അനുയായികളാക്കി മാറ്റുന്നതാണ് നാഥ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പല ആളുകളുമുണ്ട്, പലരും പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രയാസവും എല്ലാ വേദനയും എല്ലാ ബുദ്ധിമുട്ടും ഏറ്റവും നന്നായി അറിയുന്നത് നീയാണ് നാഥ. എവിടെ രോഗങ്ങൾക്ക് ശമനം നൽകണേ എന്താ, മാനസികമായ ബുദ്ധിമുട്ടുകൾ എന്താ തീർത്തു കൊടുക്കണേ എന്താ.
പടച്ചവനെ നീ ഞങ്ങൾക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ.